ഞാൻ 2022 അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ MLA ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധിക നിമിഷം വേണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. എന്തോ ചെയ്യാനാന്ന് പറ, നമുക്കൊന്നും ശരിയാവുന്നില്ല. ചിലർക്കൊക്കെ ശരിയാവും, ചിലർക്കൊക്കെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണിപ്പോൾ. എന്തുമായാലും ഓരോ നടന്മാർക്കെതിരെ ഓരോരുത്തർ വരികയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീഡിയക്കാർക്കൊക്കെ ന്യൂസായി, ചാക്കരയായി, അവരെടുത്തൊരു കുറച്ച് ദിവസം എടുത്ത് അങ്ങ് ആഘോഷമാക്കി. അതുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നടന്മാർക്ക് അവരുടെ കുടുംബത്തിൽ കയറാൻ പറ്റുമോ, അവരുടെ ബന്ധുക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ, അത്രമാത്രമായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ഒരു നെഗറ്റീവ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അവരെയൊക്കെ എടുത്തിട്ട് അങ്ങ് അലക്കി. ജയസൂര്യയെയും അതോടൊപ്പം തന്നെ മുകേഷിനെയും നിവിൻ പോളിയെയും എല്ലാവരും എടുത്ത് അലക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിവിൻ പോളിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ, നിവിൻ പോളി വന്ന അന്നേരം തന്നെ സ്പോട്ടിൽ തന്നെ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇതിലെനിക്ക് പങ്കൊന്നുമില്ല, ഇത് കെട്ടിച്ചമച്ചതാണ്, ഇത് തെളിയിക്കുമെന്ന് ഏതറ്റം വരെ പോകുമെന്നും പുള്ളി പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഒളിച്ചോടുകയായിരുന്നു. എന്നാൽ ഇവിടെ മുകേഷിനെതിരെ ഒരു പീഡന ആരോപണമായിട്ടാണ് ആദ്യം എത്തുന്നത്. എത്തിയത് മറ്റാരുമല്ല, മിനു കുര്യനാണ്. മിനു കുര്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മിനു മുനീർ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് എത്തിയത്. എന്നാൽ ഇത് പോലീസ് മൊഴിയൊക്കെ എടുത്തു, മിനു മുനീർ കൊണ്ട് കേസ് കൊടുത്തു, മുകേഷ് കൊണ്ട് വേറൊരു കേസും കൊടുത്തു. എന്നാൽ എന്തായി, ഇത് കോടതി പോയി കഴിഞ്ഞപ്പോഴല്ലയോ കളി മനസ്സിലായത്. ഈ സംഭവം അങ്ങ് തട്ടിപ്പോകാനുള്ള കാരണം എന്തുവാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തുവായാലും ഇവരൊക്കെ എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പുറകാലെ അങ്ങോട്ട് സംസാരിച്ചു കൊണ്ട് വരാം. എന്തുവായാലും മിനു മുനീറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തുവായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വലിയ രീതിയിൽ, അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവര് കൊടുത്ത മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ചേച്ചിയുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളോട് വരട്ടെ. ബാക്കി എല്ലാവർക്കും എതിരെ, സിദ്ദീഖിനെതിരെയൊക്കെ കാച്ചിട്ടുണ്ട്, അതെല്ലാം പുറകാലെ വരും. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയൊക്കെ. ഓക്കെ, അവരുടെ ഫ്ളാറ്റിൽ നിന്ന് ഈ ഡേറ്റ് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത്, പരാതിക്കാരിയെ 2010 അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ BMW കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. കൂട്ടിക്കൊണ്ടുപോയി മുകേഷിനെ മരടിലെ വില്ലയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചു എന്ന് ഇവർ പരാതിയായി പറയുന്നത്. അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത്. അപ്പൊ കൊള്ളാമല്ലോ. അവിടുന്ന് പിക്കപ്പ് ചെയ്ത് മരടിൽ കൊണ്ടുപോയി, ഫ്ലാറ്റിൽ കൊണ്ടുപോയി, അവിടുന്ന് പീഡനം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിടുന്നുണ്ട് ഈ പറയുന്ന മുകേഷ്. എത്ര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനെയാണ് ഇവർ പീഡനം എന്ന് പറയുന്നത്. ബാക്കി കേട്ട് നോക്കാം. ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സംഭവം നടക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 2022 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതിക്കാരിയായ നടി എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ വാട്സപ്പ് സന്ദേശം അയച്ചവരാ. ഇവർ തമ്മിൽ ഭയങ്കര കോണ്ടാക്ട്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞത് എന്തുവായിരുന്നു, അന്ന് നമുക്ക് പുള്ളിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, 2009 കഴിഞ്ഞതിന് ശേഷം മുകേഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നായിരുന്നു അന്ന് മീഡിയയിൽ ഇരുന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പൊളിച്ചടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയിലെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം വരെ പുതുവത്സര ആശംസകൾ അയച്ചു കൊടുത്ത ആളാ. എന്തായാലും പുള്ളിക്കാരി അന്ന് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തായാലും നമുക്ക് അറിയണമല്ലോ. അന്ന് മുകേഷ് ആണെങ്കിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിരുന്നു. അതായത് 2022 വാട്സപ്പ് സന്ദേശം അയച്ച് പൈസ ആവശ്യപ്പെട്ടു. അന്ന് ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടാ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകേഷ് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഓൾറെഡി. ഇപ്പോഴിതാ ഈ പുള്ളിക്കാരി മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കോടതിയുടെ ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. പുള്ളിക്കാരി അന്ന് കൊടുത്ത ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധിക നിമിഷം വേണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ മുൻപിട്ടില്ല അദ്ദേഹത്തോട്. കണ്ടോ, സംസാരിച്ചിട്ട് വർഷങ്ങളായെന്നായി പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന മീഡിയയിൽ വന്നിട്ട്. ഓക്കെ,
ആശങ്കി കോടതി തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം കൂടെ ന്യൂ ഇയറിന് പുതുവത്സര ആശംസകൾ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോയിനാണ് ഇതൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പിടിയും കിട്ടുന്നില്ല. എന്താ ആരോടും അങ്ങ് കാച്ചി വിടുക. ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേനും അങ്ങ് കാച്ചി വിടുക. എന്തുവായാലും അത് കരയ്ക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബാക്കിയൂടെ കേട്ട് നോക്കാം. വർഷമൊക്കെ കറക്റ്റ് ആണ്. 2009 പരിചയം. അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത്? കാരണം 2009 പറഞ്ഞോളൂ. കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കലണ്ടർ എന്നുള്ള സിനിമ 2009 എനിക്ക് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നം വന്നേക്കുന്നത് എന്തുവാ, ബെഡ് ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാനിവിടെ വിട്ടുപോയി. എനിക്ക് അതിനെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിൽക്കാതെ വിട്ടു പോയതെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്ക് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക. ചേച്ചി റെഡിയാണോ, അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ, സിനിമ ചേച്ചി നല്ല റോളുണ്ട് എന്ന് നമ്മളെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒരു സാധാരണ ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത്? എനിക്ക് എന്തെങ്കിലും അല്ല മിനു, ഇതുപോലെ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ, താങ്കൾക്ക് 7 പേർക്കെതിരെ പരാതി, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത്. നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്ക് ഇനി വേണ്ടത്. കാരണം ഇത് ജനം കാണുകയാണല്ലോ. 2009 നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ? 2009 അന്ന് നിങ്ങൾ മിനു കുര്യനായിരുന്നു. അതെ, അത് 22 ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു പറഞ്ഞു. അത് കള്ളമാണ്. ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ 2 വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ട് ഇരുന്നു? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ. നമ്മൾ നേരെ നമ്മൾ പോലീസ് ഓഫീഷ്യൽസിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ്. അവിടെ കാണിച്ചോളൂ. എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ അദ്ദേഹം എവിടെ നിന്ന് തെളിവ് വെക്കും? എനിക്ക് നന്നായിട്ട് റിയലി ഞാൻ റിയലി കോൺഫിഡന്റ് ആണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവസാനിപ്പിക്കുമ്പോൾ റിയലി കോൺഫിഡന്റ് ഒക്കെ കോടതി പൊളിച്ച് അടുക്കി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ചേച്ചി, നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർ ഇറങ്ങി ഇങ്ങനെ തിരിച്ച് ഫേക്ക് ന്യൂസ് കൊണ്ട് വരുമ്പോൾ, ഫേക്ക് അലിഗേഷനുമായിട്ട് ഇറങ്ങുമ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ട് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലും സംശയത്തോട് മാത്രമേ മറ്റുള്ളവർ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങളെത്തി ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഫേക്കാണ്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് ഒന്നിനും ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ആ ഡോക്ടറേറ്റ് പോലും കള്ളത്തരമാണ്. നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും മുകേഷിനെതിരെ പറയാനൊരു അവസരം കിട്ടിയപ്പോഴത്തേനും നാടൻ മുകേഷിനെതിരെ അങ്ങ് കാച്ചി. കാരണം മുകേഷ് എന്ന് പറയുമ്പോൾ ആരും സംശയിക്കത്തില്ല, മുകേഷ് അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ വെച്ച് കാച്ചിക്കളഞ്ഞു. എന്നിട്ട് കലണ്ടർ എന്ന പടത്തിന്റെ അവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നു. എങ്കിൽ കോടതി പറയുന്നത് എന്തുവാ, മുകേഷ് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മരട് ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പീഡനം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി വിട്ടു എന്നൊക്കെയാ പറയണേ. അപ്പൊ അതിലെവിടെ പീഡനം എന്ന് കോടതി ചോദിക്കുക. നിങ്ങളുടെ സമ്മതപ്രകാരം ചെയ്ത കാര്യം എങ്ങനെ പീഡനമാകും? ആദ്യം സമ്മതപ്രകാരം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വരിക മീഡിയയുടെ മുമ്പിൽ. എന്നിട്ട് പറയുന്നത് പിന്നെ ഞാൻ മുകേഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നു. എന്നാൽ അത് കൃത്യമായിട്ട് മുകേഷ് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് 2022 എനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ച് പൈസ വേണമെന്ന് പറഞ്ഞു, ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അന്ന് ഇട്ടിരുന്നു. അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരി പറഞ്ഞത് എന്തുമായിരുന്നു, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, മുകേഷ് MLA അല്ല, മുകേഷ് എന്തുകൊണ്ട് കാശ് കൊടുത്തില്ല എന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി വരുന്നുണ്ട്. എന്തായാലും ഇവർക്കൊരു കാര്യം അറിയാം, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്ന്. ആ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരെയും പെടുത്തരുത്. കേരളക്കാർ പൊട്ടന്മാരല്ല, മലയാളികൾ പൊട്ടരല്ല. നിങ്ങളെപ്പോലെ നിങ്ങൾ എന്തെങ്കിലും അങ്ങ് വെച്ച് കാച്ചി വിട്ട് കഴിയുമ്പോൾ മനുഷ്യരെ അങ്ങ് മനസ്സിലാക്കി ശരിയാണല്ലോ, മുകേഷൊക്കെ അങ്ങനെ ചെയ്തല്ലോ, സിദ്ദിഖ് അങ്ങനെ ചെയ്തല്ലോ, എല്ലാവരും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വെക്കത്തില്ല. അവരിതിന്റെ പുറകെ പോവും, സത്യങ്ങൾ മനസ്സിലാക്കും. എന്തായാലും കോടതി ഉണ്ടല്ലോ, കോടതി എന്താ പറഞ്ഞത്, നിങ്ങൾ ഫേക്ക് ആണെന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. എന്തായാലും ഇവര് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവർ ഫെയിമിന് വേണ്ടിയാണ്. ഇതറിയണമെങ്കിൽ നമുക്ക് പുറമോട്ട് പോയൊരു വേറൊരു വീഡിയോയുടെ കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതെന്ന്. അതൊന്നും കണ്ടു നോക്കിയേ. അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്, ലൈംഗികാരോപണമാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് നിയമവ്യവസ്ഥ എനിക്കത് പ്രശ്നമില്ലെങ്കിലോ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ അത് പറയേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ്. താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ? അപ്പൊ മനസ്സിലായല്ലോ, അവരുടെ മുഖം കാണിക്കാത്തത് കൊണ്ട് അവരവിടുന്ന് ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുഖം കാണിക്കണം എന്നാണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരുടെ ഉദ്ദേശം എന്താണ്. ഇവർക്ക് ഫെയിമിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു. അത് കൃത്യമായിട്ടും അവരൊരു ആഴ്ച കൊണ്ട് എല്ലാ ചാനലിലും കയറി മെഴുകി
ഇപ്പം മിനു മുനീർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കിട്ടും അവരുടെ ഡീറ്റെയിൽ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അവരുടെ ആ ഒരു എന്താ പറയുന്ന സെർച്ചിങ് ബട്ടണിൽ അവരുടെ പേര് രജിസ്റ്റർ ആയി പോയിരിക്കുകയാണ്. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാ മീഡിയകളിലും കയറി ഇറങ്ങി അങ്ങോട്ട് സംസാരിക്കാൻ പറ്റി. എല്ലാവരും ഇവരെ തേടിപ്പോയി, ന്യൂസുകാരൊക്കെ തേടിപ്പോയിട്ട് ചേച്ചി എന്താ സംഭവിച്ചത്, അന്ന് എന്താ സംഭവിച്ചത്, എന്താണോ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഹൈപ്പ് കൊടുത്ത് ഇവരങ്ങ് മേളിൽ കയറി. എന്തായാലും കോടതിയിൽ ഈ കേസ് തള്ളിപ്പോയി. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.